ನಮಸ್ಕಾರ ವೀಕ್ಷಕರೇ, ESB ಕ್ರಿಯೇಷನ್ಸ್ ಪಂಜ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ಗೆ ನಿಮಗೆಲ್ಲ ಮತ್ತೊಮ್ಮೆ ಪ್ರೀತಿಪೂರ್ವಕವಾದ ಸ್ವಾಗತ. ಪುತ್ತೂರು ತಾಲೂಕು ಕೊಳ್ತಿಗೆ ಗ್ರಾಮದ ಪೆರ್ಲಂಪಾಡಿಯಲ್ಲಿ ನಡೆದಂತಹ ಶ್ರೀ ಮಹಾವಿಷ್ಣುಮೂರ್ತಿ ದೈವದ ಒತ್ತೆಕೋಲ ಮಹೋತ್ಸವದ ಪ್ರಯುಕ್ತ ಶ್ರೀದೈವದ ಅಗ್ನಿಪ್ರವೇಶದ ಸಂಪೂರ್ಣ ದೃಶ್ಯರೂಪಕವನ್ನು ನಮ್ಮ ಇವತ್ತಿನ ಸಂಚಿಕೆಯಲ್ಲಿ ನೋಡಿಕೊಂಡು ಬರೋಣ.
നരഹരിയുടവായ രുദ്രവാരത്തെ മഹാ അല്ലേ മതിച്ചവന് തകർത്തുമായ അല്ലേ പരിരക്ഷിച്ചു വയ്ക്കുന്നതായ ഈ പരിശുദ്ധ പരിപാലകരായിരിക്കുന്നതായ വൈകുണ്ഠേശത്തിലായിരിക്കുന്നതായ ഈ മഹാവൈകുണ്ഠത്തിന്
നാട്ടുപുറത്ത് എന്തുപോലും അറിഞ്ഞു പോരണം അല്ലേ? പഞ്ചവർണ്ണക്കിളി നന്ദിയായിട്ട് തന്നെ മഹാഭംഗിയിൽ പകർത്തട്ടെ അല്ലേ? വേറെ കഥകളില്ല എല്ലാം നമുക്ക് ഭയം വേണ്ട. കലാമറകമായിട്ട് വിളക്കിയിരിക്കുന്നതായ വൈകുണ്ഠ സത്യമാണ്. പ്രകാശം മഹാവൈകുണ്ഠം
വെള്ളപ്പാടി വന്ന് തുറക്കല തദ്രി ദേശത്തെ പത്തിനോട് തന്നെ വീട്ടിലാകുമ്പഴേ സ്റ്റാഫിലാകുമ്പഴേ അല്ലേ ഭർത്താവിടെ വിശ്രാമം മുടക്കം ചെയ്തിരിക്കുന്നതായ അനുഭവം ശേഷമായിരിക്കുന്നതായിരിക്കും ദേശത്തെ പത്തിനോടും എങ്ങനെ തുറക്കല കട്ടുപോ ഭഗവാനേ മത്സരത്തോട് മത്സരം തികഞ്ഞിട്ട അല്ലേ മർത്യഹരിയോടെ സഹായിക്കുന്നതായ ശേഷമായിരിക്കുന്നതായ പുണ്യമാണല്ലോ അല്ലേ ഈ മുഹൂർത്തം അല്ലേ കരണാതി കുറിച്ച കുറിമാനം ഓംബിരാന്റെ പക്കവണ്ണം പിതാ മഹാവൈകുണ്ഠ സാക്ഷി അല്ലേ ഈ മത്സരവും ശേഷമായിരിക്കുന്നതായ സംക്രമത്തിൻ്റെതായ പുണ്യദിനത്തിൻ്റെതായ മുഹൂർത്തം കുറിച്ചു അല്ലേ നന്മയായിരിക്കുന്നതായ മീനമാസം എന്നിരിക്കുന്നതായ നൽപ്പൊഴുതിന് തക്കവണ്ണം ഉദിച്ചിരിക്കുകയാണല്ലോ അല്ലേ വൈകുണ്ഠ സാക്ഷി അല്ലേ തന്ത്രേ നിത്യനിരമായ നിർഗുണ സ്വരൂപനായിരിക്കുന്നതായ സച്ചിന്മയ വിഗ്രഹത്തിൻ്റെതായ മഹാവൈകുണ്ഠത്തിലാണല്ലോ അല്ലേ നമ്മൾ ഇന്ന് അല്ലെ ശേഷിപ്പെട്ടിരിക്കുന്നത് എന്താണ് സന്തോഷമായോ കണ്ടുവാ കാണാൻ കൊതിച്ചിരിക്കുന്നതായ പരന്താമൻ്റെതായിരിക്കുന്നതായ പുണ്യത്തെ ദർശിച്ചോ തന്ത്രി എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഭഗവാൻ എന്നിരിക്കുന്ന പുണ്യത്തെ സിദ്ധിച്ചതെന്നറിയാൻ സാധ്യമുണ്ടാകും അല്ലേ എന്നാലും പിതാവ് കാട്ടിത്തന്നു അല്ലേ വെള്ളംപാടി മുന്നൂറക്കലേ നിനക്ക് ഊണിലും ഉറക്കത്തിലും വിളിച്ചിരിക്കുന്നതായ നാരായണനാമം അതായിരുന്നു നിന്റെ പിതാവ് അല്ലേ പരീക്ഷണങ്ങൾ പലതുമുണ്ടായിട്ടുണ്ട് അല്ലേ നിരീക്ഷണമുണ്ടായിട്ടുണ്ട് ചാടിക്കളയാണ്ട് തക്കവണ്ണം വിശ്വസിച്ചതായ ദേവൻ അല്ലേ കൊടുത്തിരിക്കുന്ന ഭാഗ്യമാണല്ലോ അല്ലേ ഈ പുണ്യം അല്ലേ ഇന്നും അത് നിന്റെ കരത്തിലിതാ ഭഗവാൻ ഏറ്റെടുത്ത് തന്നിട്ടേ അല്ലേ സൂക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ പിതാവ് കാത്തുരക്ഷിച്ചിരിക്കുന്നതായ സത്കീർത്തിക്കും സത്യജസ്സിനും ഉറക്കെ വന്നിട്ടില്ലല്ലോ അല്ലേ ഒന്നുറക്കലേ അല്ലേ തന്ത്രി നിങ്ങളേവരും ഇന്ന് ചേർന്നിരിക്കുന്നതായ പുണ്യമാണിത് അല്ലേ ദേശത്തെ പത്തിൻ്റെതായിരിക്കുന്നതായ മുത്തായിട്ടാണ് വൈകുണ്ഠ സാക്ഷി അല്ലേ വെള്ളംപാടി കന്യരാശി വടക്കം ചെയ്തിരിക്കുന്നതായ അനുഭവം പോലെ അല്ലേ കന്യരാശിക്ക് സമാനമായിട്ട് തന്നെ ഭഗവാൻ എടുത്തിട്ടുണ്ട് അല്ലേ വെൺവാക്ക് പറയുന്നവരല്ല തെറ്റിപ്പറഞ്ഞതുമല്ല അല്ലേ ഉദിപ്പിക്കണം നമ്മൾക്ക് ഉദയം ചെയ്യണം വൈകുണ്ഠ സാക്ഷിയുടേതായ മഹാകന്യരാശി ഈ വെള്ളംപാടി കയറുന്നതിൽ ആധാരമായിട്ട് ഞാനും നിങ്ങളും കൊതിച്ചിരിക്കുന്നതായ അനുഭവം എല്ലാമത് അല്ലേ ഇപ്പോഴത്തെങ്കിൽ കരലാട്ടം ശ്രേഷ്ഠമാക്കിയിരിക്കുന്നതായ അനുഭവമാണ് മഹാവൈകുണ്ഠ സാക്ഷിയുടേതായ മഹാവൈകുണ്ഠമാണല്ലോ അല്ലേ വന്യോട് ഭഗവാൻ ഏറെ മൊഴിയില്ല എന്നിരുന്നാലും അറിയാലോ അല്ലേ കഥകളായ കഥകളോട് കൂടിയിട്ട് നിറഞ്ഞിരിക്കുന്നതായ വിരിഞ്ചോതി സ്വരൂപൻ അല്ലേ അപ്രകാരമുള്ളതായ അനുഭവത്തെ ഈ കലിയുഗത്തിനത്തും നിലനിന്ന് പോരണമെന്ന് കണ്ടു കരുതിയിട്ടെ കണ്ണയെ തൊട്ടു അല്ലേ വാലയെ തൊട്ടു കയ്യെ പിടിച്ചിരിക്കുന്നതായ ഭഗവാൻ അല്ലേ കോലം വാഴുന്നതായ ഭുവനെ സാക്ഷിയാക്കിയിട്ട് ഉപനിരത്തിരിക്കുന്നതായ വിശ്വരൂപമാണിത് അറിയാലോ അല്ലേ ആ മഹാവൈകുണ്ഠത്തിൻ്റെതായ മഹാമുഹൂർത്തം വന്യോട് ചേർന്നിരിക്കുന്നതായ പ്രദേവത വന്യയിൽ ആറാടിയിരിക്കുന്നതായ അനുഭവം തന്നെയാണല്ലോ ചൊല്ലാം അല്ലേ വന്യയുടേതായിരിക്കുന്നതായ ആ പന്താട്ടം ഒന്ന് പൂർത്തീകരിക്കണമല്ലോ അല്ലേ ഭഗവാൻ ഒരു പന്തി അടിക്കട്ടെ ശേഷം ചൊല്ലാം ഭയപ്പാട് വില്ലല്ലേ ഭയം തന്നിരിക്കുന്നതായ അനുഭവമല്ല അഭയത്തെ നൽകിയിരിക്കുന്നതായ വൈകുണ്ഠ സാക്ഷി ഒരു പന്തി അടിച്ചതിന് ശേഷം ചൊല്ലാം നമ്മൾ പരീക്ഷണമല്ല അല്ലേ അല്ലേ ഗണാധി നിരീക്ഷണവുമല്ല ഭഗവാനെങ്കിൽ പരീക്ഷണവുമില്ല നിരീക്ഷണവുമില്ല അല്ലേ കമ്പടി അല്ലേ തന്ത്രി ഭഗവാനോടൊന്നു മാത്രമേ ഉള്ളൂ അഭയമാണ് നാരായണ അല്ലേ നിൻ്റെതായിരിക്കുന്നതായ പധാരബിന്ദം നമ്മൾക്കെന്നും ശ്രേഷ്ഠമാക്കി തന്നു പോരണം നിൻ്റെതായിരിക്കുന്നതായ ശ്രീ കടാക്ഷം ശ്രീഹരിയുടേതായ ശ്രീകരത്തിൻ്റെതായിരിക്കുന്നതായ പുണ്യം പോലെ ഞങ്ങളുടേതായ മൂർധാവിങ്കൽ വന്ന് ഭവിക്കണം അതാണ് അതുകൊണ്ട് തക്കറും പടക്കറും മറുവരും അനന്തരവരും കൂടിപ്പിരിയുന്നതായ മഹായോഗസ്ഥലത്തിന് അല്ലേ വൈക്കരത്തെ കണ്ട് നിലവിളിച്ചു കറ്റയ്ക്കും താപ്പിടിക്കും മതി വന്നില്ല എൻ്റെ പരദേവത എന്ന് വന്നുകൂടാ വന്യ അല്പത ഒന്ന് വിഭൂതി ആവുന്നുണ്ടല്ലേ
ആദിത്യൻ്റെതായ കിരണം തെളിഞ്ഞില്ലെങ്കിലും ആദിത്യപ്രഭയ്ക്ക് മുമ്പുള്ളതായ മഹാപ്രശോഭിതമായിരിക്കുന്നതായ അല്ലെ വെളിച്ചത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ അസാധ്യമായില്ല അല്ലെ. വിഭൂതിക്കകത്ത് ഇപ്പോഴും തെളിയുന്നുണ്ട് കനൽ അല്ലെ. ആ കനലിനെയാണ് നിങ്ങൾ അല്ലെ കാണാതെ പോകുന്നതും. എൻ്റെ വന്നി അത്ഭുത വിഭൂതി നിറഞ്ഞിരിക്കുന്ന അനുഭവത്തെ നിങ്ങൾ ദർശിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ നിന്നിരിക്കുന്നതായ പഞ്ചവർണ്ണക്കിളി ആ വന്യെ ഒന്ന് കടയട്ടെ. ശേഷം ചൊല്ലാം ഒരു പന്തി അടിച്ചതിന് ശേഷം ശ്രേഷ്ഠമായി എടുപ്പിക്കേണ്ടതായ അനുഭവത്തെ വാക്കിത്തരാം. മാറി വന്ന് ഉറക്കലേ ഭയന്നുപോയോ? ഇണ്ടാ ഭയമുണ്ടോ? തദ്രമാറേ അതെ ഭഗവാൻ ചൊല്ലി നിൽക്കട്ടെ അല്ലേ. ഇന്നത്തെ ദിനം ഭഗവാന്റെ ധാരിക്കുന്നതായ മുഹൂർത്തത്തിനകത്ത് എൻ്റെ പൊന്നെ വിഭൂതിയിലാണ് ഇട്ടിട്ടാവാം അല്ലേ. എന്തൊരു താരം അല്ലേ. ഭഗവാൻ എന്നിരിക്കുന്ന ചെണ്ടാമരയ്ക്ക് വാട്ടമുണ്ടോ? അല്ലേ മന്ദഗതിയിൽ അടിയാലും വന്യെ തകർത്തിരിക്കുന്ന പരദേവത അല്ലേ. ദിനം നിങ്ങളാൽ ഉളവാക്കിയിരിക്കുന്നതായ അല്ലേ മഹാപ്രതികൂടമായിരിക്കുന്നതായ അനുഭവത്തെ പച്ചുടച്ച ദൈവം തന്നെയാണല്ലോ അല്ലേ. വൈക്കരത്തെ കണ്ട് നിലവിളിച്ചു, കട്ടയ്ക്കെന്താ പിടിക്കും, മതി വന്നില്ല എൻ്റെ പരദേവത എന്നിരിക്കുന്നതായ അനുഭവമില്ലല്ലോ അല്ലേ. അല്ലേ മുന്നൂറക്കളെ അല്ലേ. അതാണ് ഭഗവാൻ ചൊല്ലിയത് അല്ലേ. കണ്ണിലേ ചേർന്നിരിക്കുന്നതായ പരദേവത അന്ന് കോലം വാഴുന്ന ഭുവൻ്റെതായിരിക്കുന്നതായ അല്ലേ അനുഭവത്തിങ്കൽ കാട്ടിക്കൊടുത്തത് കലിയുഗത്തിനകത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്നതായ അനുഭവങ്ങളെ ഉളവാക്കി പോരണം എന്ന് കരുതിയിട്ട് തന്നെയാണ് അല്ലേ. മഹാലോകർക്കും മഹാഭക്തന്മാർക്കും ഭഗവാൻ എന്നിരിക്കുന്നതായ വിശ്വരൂപത്തെ ഇപ്രകാരം അതെ ആദര ചെയ്തല്ല നിങ്ങളുടേതായ മനതാരിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നതായ ആകുലതകളെയും വ്യാകുലതകളെയും ദൂരീകരിച്ചിട്ട് അല്ലേ നിൽക്കുന്നതായ പാതാരവിന്ദത്തിൻ്റെ പുണ്യത്തെ അല്ലേ എന്നെ ധാരിക്കുന്ന ശ്രീകരത്തിൻ്റെതായ ശ്രീകടാക്ഷത്തെ നന്മയായിട്ട് സിദ്ധിച്ചു പറയേണ്ടതായ അനുഭവത്തെ ഉളവാക്കിയിരിക്കുന്നതായ പുണ്യം അറിയാലോ അല്ലേ. അതുകൊണ്ടാണ് അല്ലേ കോലം വാഴുന്നതായ ഭുവൻ്റെതായ അനുഭവത്തിങ്കൽ അങ്ങനെ ഒരു പരീക്ഷണത്തെ തന്നെ അല്ലേ ആ മസ്തകത്തിനകത്ത് ഉദിപ്പിച്ചതും ഭഗവാൻ അല്ലേ. കുറുവാട്ടുകുറുപ്പെന്നിരിക്കുന്ന മതിച്ച് തൻ്റെയും കൈയും പൊളച്ചതായുള്ളതായ മതത്തെ ഒടുക്കിയിരിക്കുന്നതായ ബുധനെന്നിരിക്കുന്ന പരദേവത അല്ലേ പരീക്ഷിച്ചതായ കോലം വാഴുന്ന ബുധൻ അറിയില്ലല്ലോ അല്ലേ. മർത്യഹരി ഹിരണ്യകശിപെന്നിരിക്കുന്നതായ ദാനവനെ ഗ്രഹിക്കാൻ വിപത്സമായിരിക്കുന്ന അനുഭവത്തെ ഉളവാക്കിയിരിക്കുന്നതായ വൈകുണ്ഠേശ്വരൻ്റെതായിരിക്കുന്ന അനുഭവത്തെ അറിയാത്തതായ കോലം പാടുന്ന ബുധൻ അന്ന് 12 രാശിക്കകത്ത് തെളിഞ്ഞിരിക്കുന്നതായ ബുധനെന്നിരിക്കുന്ന പരദേവതയ്ക്കാണ് പരീക്ഷണത്തെ ഉളവാക്കിയത് അല്ലേ. അതിന് തക്കവണ്ണം എരിഞ്ഞ മണൽ അങ്ങാടിക്കോട്ടപ്പുറം ഉപന്നെടുത്തു
7 ദിനം മാറ്റവും തോറ്റവും ഉണ്ടാക്കി 8-ാം ദിനം കോട്ടയ്ക്ക് പുറത്തുള്ളതായ പ്രതിയെയും തകർക്കണമെന്നിരിക്കുന്നതായ മൊഴിയെയും ഉളവാക്കി. അതിന് തക്കവണ്ണം പൊക്കൾ മുറിയാത്തതായ ഒരു കന്നിനെയും കാട്ടിക്കൊടുത്തു ഭഗവാൻ അല്ലേ. അന്ന് ആ കന്നിനെ കൊണ്ട് ആടിയിരിക്കുന്നതായ ആട്ടം അല്ലേ ഇന്നതാ നിങ്ങൾക്ക് സർവശ്രേഷ്ഠമായിരിക്കുന്നതായ സർവഭാഗ്യമായിട്ട് തന്നെ ഭഗവാൻ കാട്ടിത്തന്നുവല്ലോ അല്ലേ. എരിഞ്ഞ മടൽ അങ്ങാടിക്കോട്ടപ്പുറം ഭേദമായിട്ടുള്ളതായിരിക്കുന്നതായ അല്ലേ പരീക്ഷണം തച്ചുവച്ചതായ ദേവൻ 8-ാം ദിനം കോട്ട തകർത്തു. കോട്ടയ്ക്ക് പുറത്തുള്ളതായ പ്രതിയെയും മടുക്കി. അവൻ കൊണ്ടുപടിച്ചിരിക്കുന്നതായ ഈയം കൊണ്ടും താമ്രം കൊണ്ടും എന്ന് വേണ്ട 1001 കുരിശി തർപ്പണവും കോഴിപ്പൈതലും അല്ലെ മഷിപ്പീലിയും എന്ന് വേണ്ട സർവജംഗമ വസ്തുക്കളെയും അല്ലെ അനുഭവിച്ച് കാട്ടിക്കൊടുത്തു ഞാൻ എൻ്റെ അങ്ങാടിക്കോട്ടപ്പുറം മുഖേതുമായിട്ട്. എവിടെയാണ് നിറച്ചത് തന്ത്രിമാരെ? എവിടെയാണ് വെള്ളംപാടി മുന്നൂറക്കലേ ഉറാവേ അല്ലേ? 3.25 നാഴിക കൊണ്ട് തന്നെ ഞാൻ കാട്ടിക്കൊടുത്തു. അങ്ങാടിക്കോട്ടപ്പുറം മുമ്പേതുമായിട്ട് കോലം വാടുന്നതായ ഭുവൻ്റെതായ ഉദരം പിളർന്നിട്ട് ഞാൻ അനുഭവിച്ചിരിക്കുന്നതായ സർവശ്രേഷ്ഠമായിരിക്കുന്നതായ പുണ്യത്തെയും അവൻ്റെ ഉദരത്തിങ്കിൽ തന്നെ ഞാൻ കാട്ടിക്കൊടുത്തുവല്ലോ അല്ലേ. അന്നാണ് മൊഴിയുണ്ടായത് അല്ലേ. 2 തന്ത്രിമാരും 4 ലോകരും അല്ലേ ഉചിതമുള്ള പരദേവത തന്നെ അല്ലേ ആരാധിച്ചു പോരണം എന്ന് ഞാനും മൊഴിയുണ്ടായി അല്ലേ. പരീക്ഷണത്തെ ഉഹന്നെടുത്ത പരദേവത അന്ന് അങ്ങാടി കോട്ടപ്പുറം മുമ്പേതുമായിട്ട് 4, 3, 7 തിരുവായുധത്തോടു കൂടിയാണ് അല്ലേ. അങ്ങനെയുള്ളതായ ആരാധന ചെയ്തു പോരുന്നതായ കന്യരാശി സ്ഥാനങ്ങൾക്ക് അതിനാലും ഉഹന്നെടുത്തത്. അതിനുശേഷമാണല്ലോ അല്ലേ ഇന്നത്തെ ദിനം എൻ്റെ വയമ്പാടി കന്യരാശി അല്ലേ. ഹലോ രാമേ ഉണ്ടല്ലോ അല്ലേ, എൻ്റെ വയമ്പാടി രാമ ഉണ്ടല്ലോ അല്ലേ. കാണുന്നുണ്ടല്ലോ അല്ലേ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അല്ലേ. കളി മികച്ച പന്താവിനകത്ത് കളികൾ പലതുമാണ് കേട്ടോ അല്ലേ. കോലം വാഴുന്നതായ പുകണ്ടതായ പരീക്ഷണമല്ല നമ്മൾക്ക് ഇല്ലേ കേരളാവേ, വേണ്ടല്ലോ അല്ലേ. പരീക്ഷണം വേണ്ട നമ്മൾക്ക് അല്ലേ. വൈപാടി കന്യരാശി അങ്ങനെ കോലം വാടുന്നതായ ഭുവൻ്റെതായ പരീക്ഷണത്തോടു കൂടി തങ്ങാടിക്കോട്ടപ്പുറം തൊട്ട് അല്ലേ ഉപന്നെടുത്ത കന്യരാശിയിലൊന്നാണ്. സൂക്ഷിച്ചോ നീ കേട്ടാ അല്ലേ. അങ്ങനെ വയമ്പാടി കന്യരാശിയിൽ നിന്നിട്ടും ചാടിപ്പുറപ്പെട്ടതായ ദേവൻ ഇന്ന് പെള്ളമ്പാടിയായിരുന്ന ഗിരിയാധാരമാക്കിയതാ നിങ്ങൾക്ക് മഹാമംഗളത്തെ എടുത്തു തന്നു പോരാനായിട്ട് വത്സരത്തിൻ്റെതായ പുണ്യത്തെ കാട്ടിത്തന്നിട്ടുണ്ട്. കാണണം നമുക്ക് അല്ലേ. ഒരു വത്സരത്തിൻ്റെതായ മഹാഭാഗ്യങ്ങളൊക്കെ ആരും അല്ലേ ഭഗവാന്റെതായ സ്വീകരണം കൊണ്ട് നേടാനുള്ളതായ അനുഭവമുണ്ട് നമുക്ക് അല്ലേ. എൻ്റെ തലയിലൊക്കെ സംഭവിച്ചതായ അനുഭവങ്ങൾ അതിന് തക്കവണ്ണം മഹാമാരികളെ ദൂരീകരിക്കണം അല്ലേ. ചിതറമ്പേടതായിരിക്കുന്നതായ അല്ലേ ആ മഹാകുക്ഷിയെ ഒന്ന് നിറച്ചു കൊടുക്കണം നിന്നേറ്റത് അല്ലേ. അങ്ങനെ പലതും ചിലതുമായിരിക്കുന്ന അനുഭവത്തോടു കൂടിയിട്ട് മഹാവൈകുണ്ഠത്തെ ഉളവാക്കിയിരിക്കുന്നത് ആ വൈകുണ്ഠേശ് ഇന്ന് വന്യോട് ചേർന്നിരിക്കുന്നത് ഇങ്ങനെ തന്നിരിക്കുന്ന ഭാഗ്യമാണ് അല്ലേ. പരീക്ഷണമില്ലല്ലോ അല്ലേ. ആവട്ടെ, പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതായ മഹാപ്രാർത്ഥനയാവട്ടെ ഇത് അല്ലേ. അങ്ങനെയല്ലേ തന്ത്രി മനസ്സ് നിറഞ്ഞിരിക്കുന്നതായ മഹാപ്രാർത്ഥനയെങ്കിൽ ഭഗവാൻ കയ്യേറ്റിരിക്കുന്നതായ മഹാവൈകുണ്ഠമാവണം അല്ലേ. ആവട്ടെ, ആയതുകൊണ്ടെങ്ങനെ ഒരു പന്തി അടിക്കട്ടെ ഭഗവാൻ അല്ലേ. ഇതൊരു ഭയമുണ്ടോ? ഭയമുണ്ടോ? ഉണ്ടോ തന്ത്രി? ഉണ്ടോ മുന്നൂറക്കലെ ഭഗവാൻ ചൊല്ലി വിഭൂതി കണ്ട് പേടിച്ചു പോയോ എൻ്റെ കരടാതി? ഉണ്ടോ കരടാതി? നിനക്കുണ്ടോ ഭഗവാന്റെതായ മഹാവന്യയുടേതായ വിഭൂതി കണ്ടൊരു ഭയം നിനക്കുണ്ടോ കരടാതി? ഇല്ലല്ലോ അല്ലേ. ഇല്ലല്ലോ അല്ലേ. ഇല്ലല്ലോ അല്ലേ. ഉണ്ടോ ഇല്ലയോ? ഇല്ലല്ലോ അല്ലേ. ഒരു പന്തി അല്ലേ അല്ലേ തന്ത്രി. ഭഗവാൻ കൊതിച്ചാൽ പിന്നെ ഇല്ലല്ലോ അല്ലേ. ഭഗവാന്റെ കൊതിയല്ലല്ലേ. ഭഗവാന്റെ കൊതി തീരണമല്ലോ അല്ലേ. കൊതി തീർക്കണമല്ലോ അല്ലേ. തെക്കറും വടക്കറും അറുവരും അനന്തരവരും കൂടി പിരിയുന്നതായ മഹായോഗസ്ഥലം മന്ദഗതി ഉണ്ടാവാം അല്ലേ. അതാണ് ഭഗവാൻ ആദ്യം ചൊല്ലിയതല്ലേ. വിഭൂതി ആയിപ്പോയാൽ അല്ലേ ഭഗവാൻ എന്നിരിക്കുന്ന പന്താട്ടത്തിനും അല്പതൊരു മന്ദഗതി ഉണ്ടാകും. എന്നാലും സംസാരത്തിനകത്ത് വന്നു പോരുന്നതായ ഒന്നിനും ഭഗവാൻ വിട്ടുകൊടുക്കില്ലല്ലോ അല്ലേ.
വൈക്കരത്തെ കണ്ട് നിലവിളിച്ചു, കറ്റക്കൻ താപ്പടിക്കും മതി വന്നില്ല എൻ്റെ പരദേവത എന്ന് ചൊല്ലിക്കൂടല്ലോ ലേഖനാഥി. അല്ലേ അല്ലേഹംപടി അല്ലവരാവേ ഒരു പന്തി ഭഗവാൻ പിടിച്ചതല്ലേ അല്ലേ? ഒരേ ഒരു പന്തി കേട്ടോ, എടുപ്പിക്കാവാതി കേട്ടോ. മതിയല്ലോ അല്ലേ? തികഞ്ഞോ തന്ത്രി? വെള്ളമാടി മുന്നൂറക്കളെ ദേശത്തെ 10 മൂവായിരത്തേക്കൽ റോളമാറ് ഉരാമാറ് 9 വൈദ്യ വിശ്വകർമാവ് ദേശത്തെ 10നോടും തകത്തെ 10നോടും എങ്ങനെ ഉറാവേ മതി വരുമല്ലോ അല്ലേ? അല്ലേ ഗണാതി മതി വരുമല്ലോ അല്ലേ? തന്ത്രി ഭയന്നു പോയോ നിങ്ങൾ? ഭയപ്പാടുണ്ടായോ? മഹാവിഭൂതിയോട് കളിച്ച പരദേവതയല്ലേ അല്ലേ? ഇന്നത്തെ ദിനം മഹാവന്യെ മഹാവിഭൂതിയാക്കിയിട്ട അല്ലേ? മഹാവിഭൂതിയെങ്കിൽ ആറാടിയിരിക്കുന്നതായ അല്ലേ പരദേവതയെ കണ്ടുകൊള്ളു അല്ലേ? സന്തോഷമായോ? അല്ല ഭയം കൊണ്ട് സന്തോഷപ്പെടുന്നതാണോ ഭഗവാന് മുമ്പിൽ? അല്ലേ? ഭഗവാൻ ചൊല്ലിക്കഴിച്ചു, ഇത് പരീക്ഷണത്തിനുള്ള അല്ലേ പരിരക്ഷണത്തിനുള്ളതായ പ്രാർത്ഥനയാണ്, മഹാപ്രാർത്ഥനയാണ്. അല്ലാണ്ട് കോലം വാഴുന്ന ഭീമൻ വെച്ചിരിക്കുന്നതായ അല്ലേ പരീക്ഷണാർത്ഥമുള്ളതായ ബന്ധാട്ടമല്ല അല്ലേ? തെക്കറും വട്ടക്കറും അറുവരും അനന്തരവരും കൂടിപ്പിരിയുന്നതായ മഹായോഗസ്ഥലമാണത്രേ എന്ന് വരികിലും വൈകുണ്ഠ സാക്ഷി അല്ലേ വന്യ കടഞ്ഞിരിക്കുന്നതായ മഹാപുണ്യമായിരിക്കുന്നതായ പഞ്ചാമൃതത്തെ എടുത്തു തന്ന് പരിപാലിക്കണമല്ലോ അല്ലേ കാണാതെ? അല്ലേ വെള്ളംപാടി മുന്നേക്കലേ? അല്ലേ തന്ത്രി? ആവട്ടെ, ഭഗവാനും സന്തോഷമായി അല്ലേ? ഭഗവാൻ വാരിപ്പടിച്ചിരിക്കുന്നതായ അല്ലേ അനുഭവം അല്ലേ അത് ശ്രേഷ്ഠമാക്കിയിട്ട് തന്നെ ഇതാ പൂർത്തീകരിക്കുന്നു അല്ലേ? ഇനി എങ്ങനെ 2 പന്തി മലർന്നടിക്കാം അല്ലേ? എൻ്റെ ഭഗവാനൊന്ന് 2 പന്തി മലർന്നടിക്കട്ടെ. കാലം മകാലമാവുന്നുണ്ട് എന്തെങ്കിലും അല്ലേ? സുവർണം മലർന്നും കമന്നും കാണണ്ടേ? മതി വരുമോ? മതി വരുമോ? വെള്ളംപാടി മുന്നൂറക്കളെ മതി വരുമോ? തന്ത്രിമാരെ മതി വരുമോ? കരളാധിപാരെ എനിക്ക് വേണ്ടിയിട്ട് മഹാവന്യെ ഉളവാക്കിയിരിക്കുന്നതായ അല്ലേ നിങ്ങളുടേതായ മഹാശ്രേഷ്ഠമായിരിക്കുന്ന കർമ്മം ആണല്ലോ, നിങ്ങൾക്ക് വെച്ച ഒരു കർമ്മമാണല്ലോ അല്ലേ വൈകുണ്ഠ സാക്ഷി? അങ്ങനെ എങ്ങനെ പലിശപ്പുറത്ത് പന്തി വെച്ച് പിരിയാമെന്നാണോ? പൂർണ്ണമായോ? പൂർണ്ണം തന്നെയല്ലേ? അല്ല ഭയം കൊണ്ടല്ലോ അല്ലേ? അല്ലേ തന്ത്രി? അല്ലേ ഭഗവാൻ എൻ്റെ തലയിരപ്പം സമ്മതിച്ചിരിക്കുന്നതായ മഹാപുണ്യമായിരിക്കുന്ന അല്ലേ കർമ്മങ്ങളുണ്ട്. ആയതുകൊണ്ട് പ്രതിയുടായ മുൻവട്ടം ഏറെ ചൊല്ലി അർത്ഥത്തെ കുറച്ചുകൂടാ അല്ലേ? നമ്മയായിരിക്കുന്നതായ അനുഭവത്തെയൊക്കെ ഇതിനാലും ചൊല്ലിത്തന്ന് പിരിയാനായിട്ട് എൻ്റെ കളിച്ചമന്തിലുണ്ട് അല്ലേ? എൻ്റെ തലയിരപ്പൻ സമ്മതിച്ചിരിക്കുന്നതായ മഹാപുണ്യമായിരിക്കുന്നതായ കർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ എൻ്റെ കളിച്ചമന്തിൽ അല്ലേ? കന്നിയുടേതായ മുഖത്തെ അടക്കിയിട്ട് അല്ലേ
ശേഷമായിരിക്കുന്ന കഴിച്ചുകൊണ്ടുള്ള ആധാരമായിട്ട് വേണ്ടുന്നതായ ഭാഗ്യത്തെ ചിന്തിക്കാം അല്ലേ. കാലം വയ്യാണ്ട് തക്കവണ്ണം ചെയ്യേണ്ടതായ അനുഭവങ്ങളുണ്ട്. ഇരുളോട് ചേർമ്പയുടേതായ മുഖം അടക്കേണ്ടതാണ് അല്ലേ. എന്നാൽ ഭഗവാന് കാലവും നേരവുമില്ല. ഇന്നേത്തെ ദിനം ഇതാണ് എൻ്റെ നേരം അല്ലേ, ഇതാണ് എൻ്റെ കാലം അല്ലേ. ഞാൻ ഉദിച്ചതും ഉദിപ്പിച്ചതും ഉദിപ്പിക്കുന്നതും നാരായണ നാമത്തിൻ്റെതായിരിക്കുന്നതായ പരമശ്രേഷ്ഠമായിരിക്കുന്നതായ അനുഭവമായിട്ട് തന്നെ കൊണ്ടേക്കാം. ആയതുകൊണ്ടെങ്ങനെ പലിശപ്പുറത്ത് പന്ത് വരികയാണെന്നാണോ പൂർണ്ണമായല്ലോ അല്ലേ. ഏവരോടും തന്നെ പയമ്പാടിരാവേ ബ്രാമാരേ തന്ത്രിമാരേ പ്രമാണവന്മാരേ ഇവിടെ നിറഞ്ഞിരിക്കുന്നതായ മഹാലോകരോട് തന്നെ ഇങ്ങനെ സർവശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവത്തെങ്കിൽ എൻ്റെ പന്താട്ടം, എൻ്റെ കരലാട്ടം അല്ലേ, അത് മുഖം മടക്കാനുള്ളതായ അനുഭവമായിട്ട് ഭഗവാൻ ഇങ്ങനെ വന്നെടുക്കട്ടോ അത് അല്ലേ. തൃപ്തി തന്നെയല്ലേ അല്ലേ തന്ത്രി? ഇനി മൊഴിയില്ല ഭഗവാൻ കേട്ടോ. ഇത് വന്യോട് ചേർന്നിരിക്കുന്ന പരദേവത നിങ്ങളേവർക്കും തന്നിരിക്കുന്ന മഹാപുണ്യമായിട്ട് സൂക്ഷിക്കാറായിരിക്കട്ടെ. ശേഷമുള്ളതെല്ലാം എൻ്റെ കളിച്ച പന്തൽ ആധാരമായിട്ട് എടുത്തു കൊടുക്കാനായിട്ട് എടുപ്പിക്കാവാണ്.
എപ്രകാരം മടുക്കണം കരുണാനിധി ഞാനിത് അല്ലേ മനസ്സ് നിറഞ്ഞുള്ളതായ പ്രാർത്ഥന പോലെ മഹാവൈകുണ്ഠ സാക്ഷിക്ക് വേണ്ടിയിട്ട് കർമ്മിക്കുകയാണല്ലോ അല്ലേ നമ്മൾ അല്ലേ നാരായണ നിന്റെ പാദം അല്ലേ ശ്രേഷ്ഠമായിരിക്കുന്ന ശ്രീഹരിയുടേതായ ശ്രീപാദത്തിലേക്ക് സമർപ്പണം ചെയ്യുന്നതായ എൻ്റെ കർമ്മം ഇതാ ഈ കയ്യേറ്റേ വേണ്ടു അല്ലേ ഇതിൻ്റെ പുണ്യം നാട്ടിൽ നിന്നും നഗരത്തിൽ നിന്നും വന്നു പോകുന്നതായ മഹാവിപത്തുകളിൽ നിന്നിട്ടും മാരിഭയത്തിക്കൽ നിന്നിട്ടും സംരക്ഷണത്തിൽ നൽകുന്നു പരമാർത്ഥം എൻ്റെ കണ്ടൻ അല്ലെ നിങ്ങളുടേതായ പൂർവഗുരു അല്ലെ പാലിച്ചു വെച്ചിരിക്കുന്നതായ പരമാർത്ഥത്തെ നമ്മൾക്ക് വീണ്ടെടുത്ത് തന്നേ വേണ്ടു അല്ലെ അതല്ലേ മഹാപ്രാർത്ഥന അല്ലേ കർണാധിപ സൂക്ഷിക്കാൻ ഭഗവാൻ കേട്ടോ കെട്ടില്ലത്തെ ചേർത്ത് വെച്ചിരിക്കുന്നതായ ദേവനല്ലേ അതുകൊണ്ടാണ് മഹാവിഷ്ണുമൂർത്തി എന്നും ചൊല്ലുന്നത് അല്ലേ കെട്ടില്ലം കുഞ്ഞുകിടാവിൻ്റെതായ അല്ലേ ഒരു കുഞ്ഞു മതി ഭഗവാനെ ഒന്ന് തൊട്ടാൽ അവിടെ നിൽക്കും നാരായണൻ ഇത് കണ്ണന് കൊടുത്ത ഭാഗ്യമാണ് അല്ലേ നെല്ലിക്കാത്തിയ ഇത് കണ്ണന് കൊടുത്ത ഭാഗ്യമാണ് ഇന്നതാ നിനക്കും ശ്രേഷ്ഠമാക്കിയിട്ടല്ലേ ഏതൊരു മതത്തെയും അടുപ്പിക്കാത്തതായ ദേവൻ എട്ടില്ലം കുഞ്ഞുകിടാവിൻ്റെതായ കരം തട്ടാണ്ട് തക്കവണ്ണം എട്ടില്ലത്തിൻ്റെതായ കരത്തിനകത്ത് നെല്ലിക്ക പോലെയല്ലേ കരതലാം മലകം പോലെ കളിച്ച് രസിക്കുന്നതായ ദേവദേവേശൻ്റെതായ പുണ്യം വൈകുണ്ഠത്തോട് കൂടിയിട്ട് ഭഗവാൻ നിങ്ങൾക്ക് തരികയാണേ സൂക്ഷിച്ചില്ല ഭഗവാൻ അങ്ങനെ വന്യോട് ആയോധനം ചെയ്ത് തിരിഞ്ഞു നോക്കിപ്പോരുന്ന കാലനേരത്ത് അല്ലേ എൻ്റെ എട്ടിലും കുഞ്ഞുകിടാങ്ങളെ കൊത്തിവെച്ചിരിക്കുന്നതായ ദാഹജലം നോക്കി അടുത്തവനല്ലേ അല്ലേ അന്ന് എട്ടില്ലത്തിൻ്റെതായ കരത്തിങ്കം നിന്നിട്ടും പിടിച്ചനുഭവിച്ചിരിക്കുന്നതായ പുണ്യമാണ് അല്ലേ ആ ജലപുരം ഒന്ന് ഭഗവാൻ എന്നിരിക്കുന്ന കുക്ഷിയിലേക്ക് കുളിർന്നു വരുത്തട്ടെ നാരായണൻ അനുഭവിക്കട്ടെ ഇപ്പോഴത്തേക്ക് കേട്ടോ മിരട്ടിൽ ജലം പകർന്നിരിക്കുന്നതായ അനുഭവം മഹാവൃക്ഷത്തിൻ്റെതായ ശാഖതോറും പത്രം തോറും തന്നിരിക്കുന്ന പുണ്യം പോലെ നിങ്ങൾ ഏവർക്കും ഇതാ വെട്ടിയിലും പുകയിലും കളിച്ചതായ എൻ്റെ കുഞ്ഞിടാങ്ങളെ ഏവരെയും ഏറ്റെടുത്ത് ഭഗവാൻ നിങ്ങളുടേതായിരിക്കുന്നതായ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഭക്തിയുടേതായിരിക്കുന്നതായ ദാഹജലത്തെ കുളൂർ ജലത്തെ ഭഗവാൻ ഒന്ന് അനുഭവിക്കട്ടെ സന്തോഷമായി കേട്ടോ കരുണാതി സന്തോഷമായല്ലോ അല്ലേ നിനക്ക് അല്ലേ സന്തോഷമായല്ലോ അല്ലേ നിങ്ങൾക്ക് ദേവൻ ആടിയതും പരമാർത്ഥം അല്ലേ നിങ്ങൾ മഹാപുണ്യത്തെ ഒരുക്കി കൂട്ടുന്നത് അല്ലെ ഭഗവാനും അല്ലെ വൃത്തിയിലാടിയിരിക്കുന്നതായ പന്താട്ടത്തിൻ്റെതായ പുണ്യം കളങ്ങളിലെല്ലാം ഉചിതവും ഉപയോഗം പൊഴിച്ചിരിക്കുന്നതായ അനുഭവം കുട്ടിയിലും പുകയിലും കളിച്ചിരിക്കുന്നതായ പുണ്യങ്ങൾ അല്ലേ ഞാനെന്നിരിക്കുന്നതായ മത്തഗജത്തെ കണ്ട് മാത്രം അല്ലേ ഭഗവാൻ ആടിപ്പിച്ചിരിക്കുന്നതായ അനുഭവങ്ങളാണല്ലോ അല്ലേ കർണാധിമാരെ പിന്നെ ഇവരേക്കും ചാട്ടത്തിന് മുട്ടുകുത്തിയിട്ടില്ല അല്ലേ വലുതായിരിക്കുന്നതായ വന്യയെപ്പോലും മഹാപുണ്യം പോലെ അല്ലേ വൈകുണ്ഠ സാക്ഷി ഏറ്റെടുത്ത് നിറവേറ്റി തന്നിട്ടുണ്ട് ഇനി അത് പ്രകാരം തന്നെ ഏതോ ഒരു കളത്തിനകത്തും കളമറിഞ്ഞ് കളിക്കാനുള്ളതായ കരുക്കളായിട്ട് തന്നെ ശ്രീഹരി ആയിരിക്കട്ടെ കേട്ടോ വിശ്വനായിരിക്കുന്നതായ വിശ്വപാലകൻ തന്നിരിക്കുന്നതായ നന്മയേറിയിരിക്കുന്നതായ പുണ്യമായ എങ്ങനെ എൻ്റെ കരുണാധിമാര് പൂർണ്ണമായില്ലേ അല്ലേ സൂക്ഷിക്കാം നമ്മൾക്ക് അല്ലേ ദേവദേവേശൻ അല്ലേ നാരായണമൂർത്തി നാരായണമംഗളത്തെ ചൊല്ലിച്ചതും പരമാർത്ഥം കുളപ്പെരുമെന്തെങ്കിലും പണിക്കറേ പടായപ്പെടുത്തവൻ മുൻപേ നിൽക്കും മുൻകൂറുവിൻ്റെതായിരിക്കുന്നതായ പുണ്യം അല്ലെ നിറവേറ്റി തന്നിരിക്കുന്നതായ ദേവനാളെ സൂക്ഷിക്കാറായിരിക്കട്ടെ കേട്ടോ പണിക്കറേ
ഏതോ ഒരു കടം നമ്മളോടതായിരിക്കുന്നതായ പുണ്യമാക്കിയിട്ട് അല്ലേ മടിക്കേക്കരുത് അല്ലെ എന്നതിലേക്കും ചതുവേ വരുത്താണ്ട് തക്കവണ്ണം ചതുർബാഹുവിൻ്റെതായിരിക്കുന്നതായ കരത്തിലേറ്റിയിട്ട് ഇല്ലേളെങ്കുറ്റിപ്പെരുമലൻ അല്ലെ നാരായണമൂർത്തിയുടേതായ നാമം ഒന്നും മതിയല്ലോ അല്ലേ എന്തിനും ഏതിനും നമ്മൾക്ക് വേണ്ടുന്നതായ സായുജ്യമായിട്ട് ഇങ്ങനെ പൂർണ്ണമായ എങ്ങനെ ഒരാവേ ഗന്ധമുണ്ടോ ഒരാൾ വന്നേ പൂർണ്ണമായ കള്ളന്മാരെ ഒന്നുറക്കലേ കുടിയിരിക്കുന്ന ആദിത്യങ്ങൾ എളിമയും മൂട്ടും കുടുംബാദ്യന്മാരെ ഇവരോട് തന്നെ പൈതങ്ങളെ ആദിവൈകുണ്ഠഭാവത്തെ നാരായണമൂർത്തിയുടേതായ മഹാ തേജസ്സിനെ സ്പർശനമായല്ലോ അല്ലേ മത്സരത്തിൻ്റെതായ മഹാപുണ്യമാണ് മത്സരങ്ങളായിരിക്കുന്ന മത്സരങ്ങളായി അല്ലേ ആധാരമായിട്ട് സാക്ഷി ദേവാനുവിൻ്റെതായിരിക്കുന്നതായ ശിഷ്യമായിരിക്കുന്ന പുണ്യങ്ങളെയൊക്കെ അല്ലേ രൂപം പിടിയാണ്ട് നാരായണമൂർത്തി ഉദിച്ചു അല്ലെ ദേവാനുവിൻ്റെതായ സൃഷ്ടമായിരിക്കുന്നതായ പുണ്യങ്ങളെ ഇതാ കാട്ടിത്തരികയാണ് ഭഗവാൻ അല്ലെ ആയിട്ട് തന്നെ ഏറ്റെടുക്കാം അല്ലെ സങ്കടങ്ങളെയും പരിതാപകരങ്ങളെയും ഒക്കതിനാലും ദൂരീകരിച്ചിട്ട് സന്തോഷകരമായിരിക്കുന്നതായ കടാക്ഷത്തെ കൈകാനുള്ളതായ സൃഷ്ടമായ ദൈവം ചെയ്തിരിക്കുന്നതായിരിക്കും പ്രത്യക്ഷീകൃതമായിരിക്കുന്നതായ വൈകുണ്ഠ സാക്ഷി ഏവർക്കും അല്ലെ എൻ്റെ വൈദ്യങ്ങൾക്കും തറവാട്ടിലുള്ളതായിരിക്കുന്നതായ കുഞ്ഞുങ്ങളാങ്ങൾക്ക് ഏവർക്കും അല്ലെ മഹാമംഗളമെന്നിരിക്കുന്നതായ നാരായണ പുണ്യത്തെ എടുത്തു തരികയാണ് കേട്ടോ ശേഷം ചെല്ലാതെ തന്ത്രിമാരെ തന്ത്രിമാരെ തന്ത്രി 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 ആ ഒരു നാമധേയത്തിൽ മതി വരുമല്ലോ അല്ലേ തന്ത്രിമാരെ അല്ലേ എന്നതായ ശിവള്ളി വിദ്വള്ളി കോട്ട മദ്യൻ തുളു 32 മലയാളം 32 ആറുശ്ശേരി 64 ഗ്രാമം 14 14 ഗോത്രം 36,000 തന്ത്രിമാർ അല്ലേ ശ്രേഷ്ഠമായിരിക്കുന്നതായ എൻ്റെ മഹാവൈകുണ്ഠത്തിൻ്റെതായ പുണ്യ മുഹൂർത്തത്തിൽ അല്ലെ പുണ്യ ക്ഷേത്രത്തിന് സമാനമായിരിക്കുന്നതായ ഈ പുണ്യസ്ഥലം ആധാരമായി ലേതന്ത്രി എന്നാണ് നമുക്ക് ഈ കലിയുഗത്തിനകത്ത് സിദ്ധിക്കാനാണ് പരശുരാമ സൃഷ്ടിക്കകത്ത് തന്നിരിക്കുന്ന മഹാഭാഗ്യം തന്നെയാണല്ലോ വേണ്ടത് അല്ലേ കണ്ടോ അതുപോലെ മാതാവായിരിക്കുന്ന രേണുകയെ നിഗ്രഹിച്ചിരിക്കുന്നതായ മാതൃശാപം തീർത്തു പോരണം അല്ലെ ജമദാഗ്നിയുടേതായ ഭാഗത്വത്തെ പ്രധാനം അല്ലെ പിതാവിൻ്റെതായ ആജ്ഞ അനുസരിക്കണം അല്ലെ മാതാവിനെ നിഗ്രഹിച്ചു അതേ പിതാവിനെ കൊണ്ട് മാതാവിനെ അല്ലെ വീണ്ടെടുത്താലും അത് ശാപം മാതൃഹത്യാശാപം അത് തീർക്കാൻ 18 തീർത്ഥത്തെയും മാറിപ്പോരണമെന്ന് കണ്ടത് അതെ എന്നിട്ടത് ചെയ്യുന്നില്ല അതെ അന്ന് പരശുരാമൻ്റെതായിരിക്കുന്നതായ എല്ലാ ശാപഹോപാദികളെ തീർത്തു പോരാറായിട്ട് അല്ലെ 160 ഗാഥം ഭൂമിയെ ഉദ്ധരിച്ചു അല്ലെ ഭൂമിയെ ഉദ്ധരിച്ചതായ കടലിങ്കലെയും മലയെങ്കിൽ ശാസ്താവിനെയും കടലിങ്കൽ ശിവയെയും അല്ലെ പ്രതിഷ്ഠിച്ചു ഇതുകൊണ്ടും മതി പോരാ അല്ലെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറന്നിരിക്കുന്നതായ 4 ദിക്കിലും 2 വാങ്ങിലും 18,500 അല്ലെ ഗോകർണവും എന്നുവേണ്ട കന്യാകുമാരിയും മക്കതനാലും പ്രതിഷ്ഠ ചെയ്തതായ ദിക്കുകൾ ഇതുകൊണ്ടും മതി വരുന്നില്ല 4 വേദവും 6 ശാസ്ത്രം 64 കലാവിദ്യകളും ഒക്കതിനാലും നിറഞ്ഞിരിക്കുന്ന ദിക്കുകൾ ഇതിനൊക്കെ അല്ലെ സൂക്ഷിച്ചു പോരാൻ ശ്രേഷ്ഠമായിരിക്കുന്ന സ്വീകരണം വേണം
മുന്നൂറ്ററുപത് ഗുണകൃഷി അല്ലെ 1008 ക്ഷേത്രം 108 ഉദാരയും അല്ലെ കന്യാമ്പള്ളിത്തറയും ഒക്കെ നാടും ഉപനിരത്തിരിക്കുന്ന പ്രത്യേകത അന്ന് ഇതിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് അല്ലെ കരനെല്ലോട്ടം കരണമെല്ലോട്ടം ചെയ്യുന്നതായ പ്രഭുക്കന്മാരെ ആവണമല്ലോ അല്ലേ അല്ലെ ശീലാശേഷരും പെൺകുട്ടിയും കുമാരകൻ അല്ലെ അനുഭവിക്കുന്നതായ അനുഭവങ്ങളോട് കൂടിയിട്ട് നിറഞ്ഞിരിക്കുന്ന കുളമ്പാടുന്നതായ ഉപന്നതായിരിക്കുന്ന അനുഭവത്തെങ്കിലും അല്ലെ നാരദമായ അരവസ്ഥ ശരിയായ ആറവസ്ഥ ഏയോധനം കൽപ്പം വിരുദ്ധം അലങ്കാരം നദി നൃത്തം വീണം വീണം വേണം സുരവേദം നാദവേദം മത്തവേദം ആയുർവേദം നീതിശാസ്ത്രം മതപ്രകാരം വിശേഷം വിഷയത്വം പത്തായനം ആകാശഗോണം പരാജായ പ്രവേശനം ചിത്രം യന്ത്രം മന്ത്രം തന്ത്രം സാരംഗം ചതുരംഗം കൗശല്യം കുശലത പാതക നിർമ്മാണം മത്സ്യാഭാഷ യോഗ്യാഭാഷ ഛന്ദസ് വിന്യാസം എല്ലാം ായ 24 കലാവിദ്യകളെയും ആയിരിക്കുന്ന തമ്മിൽ എനിക്ക് പിതൃതുല്യമാണ് നിങ്ങൾ എൻ്റെ എന്നെ ആഗ്രഹത്തിനകത്ത് അല്ലെ ഒരു അശുദ്ധം പകരായി നിങ്ങളുടേതായ കരം കൊണ്ട് ദൈവത്തിൻ്റെതായ ചിലർ ഒന്ന് കളിക്കാൻ എനിക്ക് സമാനമായി അല്ലെ കലിയുഗത്തിൻ്റെതായിരിക്കുന്നതായ അല്ലെ കാളകൂടം നിറഞ്ഞിരിക്കുന്നതായ അല്ലെ ചുതിയിൽ കടലുകരത്തിൻ്റെ ആയുധമായി വിളങ്ങിയിരിക്കുന്നതായ നിങ്ങളുടെ സാക്ഷി എന്നും നിങ്ങളുടേതായ മഹാപുണ്യമായിട്ട് മഹാകടാക്ഷമായിട്ട് തന്നെ ഓരോരുത്തരെയും വിളിക്കണ്ടല്ലോ അല്ലെ ഭഗവാനം വിളിക്കുന്നതായ പുണ്യം വിഷയാലയെ ശ്രദ്ധിച്ചിരിക്കുന്ന മഹാപ്രസാദമായിട്ട് പാർത്താട് മിഥാപുരം പിടിയുണ്ടോ നടയിലഹമ്പടിയുണ്ടോ നടുവീട്ടിലഹമ്പടിയുണ്ടോ വീട്ടിലഹമ്പടി അല്ലെ അഭിമാന്യം അല്ലെ കുഴക്ക് വലുതാണ്ട് തക്കവണ്ണം പരിപാലിച്ചിരിക്കുന്നതായ നാരായണമൂർത്തിയുടേതായ അങ്ങനെ ഇരിക്കുന്നതായ നാരായണമൂർത്തി നാടുവാഴ്ചയിൽ പകുതി ഇടവാഴ്ച അല്ലെ രാജപ്രബുദ്ധമായിരിക്കുന്നതായ അനുഭവത്തോടു കൂടിയിട്ട് പരിപാലിച്ചിരിക്കുന്നതായ അഭിമാനത്തിനും മത്സരത്തിനും കാതലായിരിക്കുന്നതായ കരുണാകരൻ അക്ഷരാലയെ പിന്തുണയ്ക്കുന്ന ചതുവി വരുത്താണ്ടൊന്നും പരിപാലിക്കാതെ മുരിഞ്ഞത്തുരാവേ മണ്ണാപ്പിളരാവേ ഉണ്ടാപ്പിളരാവേ മൂലയിലൊരാവേ വളറിലൊരാവേ എരൂരാവേ പച്ചിക്കാരം വിട്ടരാവേ ചുള്ളിയിലൊരാവേ മുരിഞ്ഞത്തുരാവേ വയമ്പാടിരാവേ കാപ്പിയുരാവേ കരിപ്പാടത്തുരാവേ 6 മില്യൺ റൂരാമാർക്കും പകർന്നു തന്നിരിക്കുന്നതായ മഹാപുണ്യങ്ങൾ പലതും ഉണ്ടെന്ന് പോലെ ഇവിടെ നിന്ന് സിദ്ധിച്ചിരിക്കുന്ന മഹാഭാഗ്യം ആവണം അല്ലെ കുലം തൊട്ട് പാടിത്തന്നിരിക്കുന്നതായ പരമാർത്ഥം അല്ലെ യാദവന്മാരോട് ചേർന്ന് ഭഗവാൻ പരിപാലിച്ചു തന്നിരിക്കുന്നതായ പുണ്യം കലിയുഗത്തിന് പാടിക്കിടുന്നു സൂക്ഷിക്കാൻ നമുക്ക് ഭഗവാനോട് ചേർന്ന് ഭഗവാൻ്റെതായിരിക്കുന്ന പുണ്യത്തോട് കൂടിയിട്ട് അല്ലെ കളിപ്പാറ്റതായ ഭാഗ്യമല്ലേ ആത്മാവോട് ആത്മാവ് സാക്ഷിയായിരിക്കുന്നതായ വൈകുണ്ഠ സാക്ഷി എന്നും ഏ പ്രകാരം നമ്മളെ കളിക്കണം ആരോഗ്യത്തിനകത്ത് എൻ്റെ കാവറയെ കാവന്മാരെ കത്തിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെതായ അല്ലെ കൈലം പകർന്ന് തിരിനീട്ടി അല്ലെ ദീപം തെളിച്ച് അതിൽ തെളിയാത്തതായ ശക്തി സാന്നിധ്യം ഒന്നുമില്ലല്ലോ അല്ലേ എൻ്റെ 9
ഏതോ ഒരു ക്ഷേത്രത്തിനകത്തും ഏതോ ഒരു കന്യരാശിക്കകത്തും ഏതോ ഒരു പടിഞ്ഞാറ്റക്കകത്തും അല്ലെ കുടിയിരുത്തിയിരിക്കുന്ന മഹാശക്തി ശാലിനികൾ ഉണ്ടത്രയെന്ന് വരികലും അവിടെ ഒന്ന് മനസ്സിലെത്തി ഒരു ദീപം കൊളുത്തി അവിടെ കഴിയാത്തതായ ചൈതന്യം എനിക്ക് മുമ്പേ ദർശിക്കുന്നതായ ദീപം എൻ്റെ മുമ്പിലെത്തുന്നതായ സ്ത്രീകളിൽ എൻ്റെ തന്നെ തലയണമെങ്കിൽ അല്ലെ ഒരു കന്യരാശി ഉണരണമെങ്കിൽ സാക്ഷി നോക്കിയാണ് ഭഗവാനും അല്ലെ കൈയെടുക്കുന്നത് എന്നതാ ആ മഹാ കർമ്മസാക്ഷിയായിരിക്കുന്ന ഭഗവാൻ അല്ലെ സൂക്ഷിക്കാലോ അല്ലേ പരിപാലിച്ചിരിക്കുന്ന ഉണ്ടല്ലോ നമുക്ക് വടക്കും അല്ലെ മഹാവൈകുണ്ഠത്തെ അവർ പിന്നെ തന്നിരിക്കുന്ന മഹാപുണ്യം എന്നെന്നും ആണ്ടതൊക്കെ തന്നെ നമ്മളെ പരിപാലിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കാം ഇതിനകത്ത് വേർത്തുറക്കിലുണ്ടോ കണ്ടു പറയാനായിട്ട് അല്ലെ പ്രമാണാധാരമായിട്ട് വെച്ചിരിക്കുന്നതായ പുണ്യങ്ങളാണല്ലോ അല്ലേ മുന്നോക്കളെ അല്ലെ ഭേദമില്ലല്ലോ അല്ലേ നമ്മൾ കന്യരാശി വടക്കം ചെയ്തിരിക്കുന്നതായ വൈകുണ്ഠേശ്വരമായ മഹാപുണ്യം അല്ലെ എപ്രകാരം ചിന്തിച്ചാലും അല്ലെ നന്മയായിരിക്കുന്നതായ അനുഭവം പോലെ നമ്മളെ അത് പരിപാലിച്ച് തന്നിട്ട് പാലിച്ചു കൊണ്ടുപോകുമ്പോൾ കാലങ്ങളിലേക്ക് പാലിച്ചു കൊണ്ടെടുക്കുന്നതായ ഭഗവാന്റേതായ ശ്രീകരം എന്നും കൂടെയുള്ളത് ശേഷം നാല് കാലത്തെ വൈദ്യനുണ്ടാവും വൈദ്യ 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 തന്നെയാണ് നാം പഠിച്ചിരിക്കുന്നതായ കരങ്ങളാണ് കൈകൊത്ത് കാത്തിക്കുന്നതായ കലന്ന് നിറയാൽ രജവും അറിയും എന്നിരുന്നാലും കാലാവസ്ഥ ലിംഗത്തിലുള്ള പ്രഭാവമാണ് അല്ലെ നമ്മളോടതായ ഒരു പിഴകൂറും മതി അല്ല ആ പിടിച്ച കരത്തിൻ്റെതായ അനുഭവമാണ് അത്രയും പറയാണ്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങളെന്നിരിക്കുന്നതായ ആത്മാവിൻ്റെ ഇഷ്ടമുണ്ടാവട്ടെ അവരെ ദേവരോടും കൂടിയിട്ടാണ് കേട്ടത് എൻ്റെ വൈദ്യന് മാത്രം കൊടുത്തിരിക്കുന്നതായ അനുഭവമല്ല സൂക്ഷിക്കാറായിരിക്കട്ടെ അല്ലേ അളവിഷ്ടാനം വടക്കം ചെയ്തിരിക്കുന്നതായ ഭഗവാന്റെ താരത്തിനുണ്ടല്ലോ പരിഗണിക്കുന്ന മടക്കുട്ടിലും നിരക്കുന്നതായ അനുഭവത്തിനകത്ത് അങ്ങാടിക്കോളിക്കാരോടും ജ്ഞാനം നിന്നിരിക്കുന്നതായ അനുഭവത്തിനകത്ത് സൂക്ഷിച്ചോടെ വീണ്ടും വലിയൊരു മറവ് തട്ടണ്ട ഏവരോടും തന്നെ തന്നെയാണെന്ന് വെങ്കടാചലപതി അല്ലെ തിരുപ്പതി ദേവൻ്റെതായിരിക്കുന്നതായ മഹാപുണ്യം നിറഞ്ഞിരിക്കുന്നതായ ഞാനാകുന്നതായ പുണ്യം ആ നന്ദിയായിരിക്കുന്ന അനുഭവത്തോടു കൂടിയിട്ട് തന്നിരിക്കുന്നതായ മഹാഭാഗ്യങ്ങളാണ് സാഹോജ്യം എന്നിരിക്കുന്നതായ അനുഭവത്തിന് ഏതാനും കുഴക്കെ വരുത്താണ്ട് തക്കവണ്ണം തന്നെ നമ്മളെ കരുതാറായിരിക്കട്ടെ കേട്ടോ ശേഷം വിശ്വർമാവ് ഉണ്ടാവും കണ്ടുപോരാ ഈശ്വർമാവ് അയനും മയനും വിശ്വർമാവ് എന്നിരിക്കുന്നതായ സർവേഷം കുറയാണ്ടതൊക്കെയാണ് പത്തുടിക്കാനാ അഭിമാനത്തിങ്കൽ വെച്ച് വന്നിട്ട് നന്മയായിരിക്കുന്നതായ അനുഭവത്തിങ്കൽ പരിപാലിച്ചിരിക്കുന്നതായ പുണ്യങ്ങളാണ് സൂക്ഷിക്കാറായിരിക്കട്ടെ എന്നും എവിടെയും അല്ലെ കർമ്മിപ്പാൻ വെച്ചിരിക്കുന്ന കരുക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതിനും വരുത്താണ്ട് തക്കവണ്ണം കർമ്മം വിഷ്ണാർത്ഥമായിട്ട് തന്നെ പരിപാലിക്കേണ്ടതായ പുണ്യകൾക്ക് ആദ്യം കാണുന്നതും എടുക്കുന്നതും എല്ലാം തക്കവണ്ണം തിരഞ്ഞെടുക്കുന്നതായ ആടമൂർത്തി ജനങ്ങാൾ ആധാരമായിട്ട് പങ്കെടുക്കുന്ന ഉയർത്തുണ്ട്
അന്തരാത്മായ അനുഭവമാണത്രേ ഈ മഹാവൈകുണ്ഠത്തിൻ്റെ ഭഗവാനെ ഒന്ന് ആനന്ദലഹരിയിൽ ആരാധിക്കാൻ നമ്മൾ ഭഗവാനെ തന്നു അവിടെ കളങ്ങളിൽ ഉചിതവും ഉപയോഗപ്പെടുത്തുന്ന അല്ലെ പുറത്തുന്നതായ അനുഭവം പലതും ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ എന്നെ
കർമ്മിപ്പാനമുള്ളതായ കരുക്കൾക്ക് ഏതാനും കുറച്ച് വെറുതാണ് കഷ്ടപ്പെടണം അവൻ്റെ അടുത്ത് വെച്ച് വിവാഹിക്കേണ്ടതായ കുഞ്ഞുകൾ എൻ്റെ തലയിൽ കണ്ടതായ അനുകൂലത്തിൻ്റെ തന്നെ പരിപാലിച്ച് തരേണ്ടതായ കുഞ്ഞുകൾക്ക് ഭഗവാൻ ഉണ്ടാക്കി തരുന്നതാകട്ടെ അതേ ഉള്ളതായിരിക്കുന്നതായ കുഞ്ഞുമാരെ പരിപാലിച്ചെടുക്കുന്നതായ അനുഭവം പോലെ കാണാതി വാങ്ങിയോ അല്ലേ പരിപാടിക്ക് നീരാശിയുള്ളതായ കുഞ്ഞും എന്നും രക്ഷവിട്ടാട് തത്വവർണ്ണം തന്നെ ഈ മൂക്കും പ്രഭാകന്മാർക്കും അങ്ങനെ ഇരിക്കുന്നതായ കുഞ്ഞു പുസ്തകന്മാർക്കും നാളെയും നീളയും നടത്തിക്കേണ്ടതായ ഭഗവാൻ കടംകൊള്ളാതെയും കവിതപ്പാതെയും വെച്ചിട്ട് പാലിക്കണം ജീവിതമാകുന്നതായ ബ്രഹ്മത്തെ സുദ്യർത്ഥമായി ചിന്തിച്ചെടുക്കുന്നതായ പുണ്യമുഹൂർത്തത്തിനകത്ത് നിന്നിട്ട് അല്ലെ ആദ്യവൈകുണ്ഠ സാക്ഷി തന്നിരിക്കുന്നതായ മഹാഭാവമായിട്ട് സൂക്ഷിക്കാറായിരിക്കട്ടെ ഏറ്റുമാറ്റാനും എഴുന്ന് കൂറ്റിങ്കടും വിട്ടുപെടുത്താണ്ട് തക്കവണ്ണം മാതാവ് പരിപാലിക്കേണ്ടതായ ഉണ്ടാക്കി ഭാവിക്കാം അല്ലേ കൈമലർത്തി അപേക്ഷിക്കാറായിരിക്കട്ടെ അല്ലേ തന്ത്രി അതല്ലേ നമ്മൾക്ക് മൊഴിയുള്ളൂ അല്ലേ എന്ത് ഇടമേ വന്നാലും എൻ്റെ ഭഗവാൻ അത് വലമയാക്കി തന്നു പോരണം എന്നുള്ളതായ പ്രാർത്ഥനയാവട്ടെ അല്ലേ മനസ്സിൽ നിന്നുള്ളതായ പ്രാർത്ഥന എന്നേവരേക്കും അല്ലേ മൊഴിയുടെ തെമ്പരത്താട് തക്കവണ്ണം പരിപാലിച്ച് കണ്ടെടുത്തിരിക്കുന്നതായ വൈകുണ്ഠ സാക്ഷി അല്ലേ നന്മയുടേതായിരിക്കുന്ന അനുഭവത്തെ തന്നെ കാട്ടിത്തരണമെന്ന് പ്രാർത്ഥിക്കാറായിരിക്കട്ടെ നോക്കട്ടെ എന്തിടമയുണ്ടെങ്കിലും അത് ഞാൻ തന്നെ വലമയാക്കി തരും അതുകൊണ്ട് ഇന്നത്തെ ദിനം അറിഞ്ഞതും അറിയാത്തതുമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നിട്ട് അല്ലേ അകാരണമായിരിക്കുന്ന ഒന്നിനും ഇടം കൊടുക്കാണ്ട് തക്കവണ്ണം അല്ലേ ഭഗവാൻ നന്മയായിരിക്കുന്ന അനുഭവത്തെ ഒന്ന് നോക്കട്ടെ എൻ്റെ തലയിൽ അല്ലേ മൊഴി ചൊല്ലിയിരിക്കുന്ന മൊഴിക്ക് ഏതാനും വ്യത്യാസമില്ല അല്ലേ തന്ത്രി കൈമലർത്തിയുള്ളതായ അപേക്ഷ തന്നെ അല്ലേ നമുക്ക് എല്ലാം പരിപൂർണമാക്കണം ഇന്നലെ മുന്നും എൻ്റെതായിരിക്കുന്ന തലയിലെ കണ്ടതായ അനുഭവം എല്ലാം സുവർണരാശി തന്നെയാണ് അല്ലേ ഇന്നും ഇതാ ഭഗവാൻ ചൊല്ലിയിരിക്കുന്ന മൊഴിക്ക് അല്ലേ ഏറ്റക്കുറച്ചിലില്ല എല്ലാം നിങ്ങളുടേതായിരിക്കുന്ന അനുഭവം പോലെ തന്നെ ഭഗവാൻ പകർന്നു തന്നിട്ടുണ്ട് ഇനിയെല്ലാം ഭഗവാനെ വിട്ട് അല്ലേ ഭഗവാനെ സമർപ്പിച്ചാൽ മതി നിങ്ങളായിട്ട് അല്ലേ ഒന്നിനും മുതിരണ്ട അന്നും ഇന്നും എന്നും ഭഗവാൻ നിങ്ങളോട് ചൊല്ലാനത് നിങ്ങളുടേതായ കരങ്ങളിൽ കറപുരലാണ്ട് തക്കവണ്ണം സൂക്ഷിച്ചോ മതിച്ചു വന്ന് തീർക്കുന്നതായ മതിയെ ഞാൻ തന്നെ അല്ലേ എൻ്റെ ഒക്കെ ശരന്തുണ്ട് ഒടുക്കേണ്ടതിനെ ഒടുക്കി അല്ലേ എടുക്കേണ്ടതിനെ എടുത്തും അല്ലേ ഇവിടെ എത്തേണ്ടതിനെ എത്തിക്കേണ്ടതായ പെരുവഴി ഭഗവാൻ ഉണ്ടാക്കി ഇനി എങ്ങനെ ഒന്നാഴിക്കുന്ന ಮತ್ತೊಮ್ಮೆ ಪೆರ್ಲಂಪಾಡಿಯ ಶ್ರೀ ಮಹಾವಿಷ್ಣುಮೂರ್ತಿ ದೈವದ ಸಂಪೂರ್ಣ ಅನುಗ್ರಹವನ್ನು ಬೇಡುತ್ತಾ ಮುಂದಿನ ಸಂಚಿಕೆಗಳಲ್ಲಿ ಮತ್ತಷ್ಟು ಭಕ್ತಿಯ ಮಾಹಿತಿಗಳೊಂದಿಗೆ ಮತ್ತೆ ಭೇಟಿಯಾಗೋಣ. ನಮಸ್ಕಾರ.